നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ശബ്ദം കേൾക്കാനില്ല. നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെയൊരു വേദിയിൽ ഇവിടെ ഇരിക്കാനും ചേച്ചിയോടൊപ്പം ഇങ്ങനൊരു വേദി പങ്കിടാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെയൊരു വേദി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷത്തിന് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരുപാട് കാലം നടന്ന സ്ഥലമാണിത്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ച സമയത്തും ഡിഗ്രി ഒരു വർഷം പഠിച്ച സമയത്തും ഇവിടെ വളരെ അടുത്ത് താമസിച്ച് ഒരുവിധം എല്ലാ മാസവും പെരുമാനത്ത് വന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം അവിടെ ഇങ്ങനെയൊരു വേദിയിൽ, പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ചിത്ര ചേച്ചിയുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പിന്നെ ഇവിടെ കയറി വന്നപ്പോൾ നാരങ്ങ മിഠായി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതൊന്ന് മനസ്സൊക്കെ ഒന്ന് ടെൻഷനൊക്കെ ഒന്ന് മാറാൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ മിഠായി. അപ്പോൾ എന്തായാലും നാരങ്ങ മിഠായി പോലെ ഒരു കോൺവെർസേഷനാണ് ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു 2025 ആശംസിക്കുന്നു. കലർപ്പുകൾ ഉള്ള ഒരു 2025 ആശംസിക്കുന്നു. ഞാൻ ഇങ്ങനെയൊരു കാര്യം അജയൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനത് എങ്ങനെ ചെയ്യണം എന്നെനിക്ക് വലിയൊരു പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു സംഗീതാസ്വാദകനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേച്ചി ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു സംഗീതാസ്വാദകന് ചിത്ര ചേച്ചിയോടൊപ്പം ഒരു അരമണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സാധാരണക്കാരൻ ആയിട്ടുള്ള ഒരു ആസ്വാദകൻ്റെ നിലയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ചിലരോടൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, എന്തൊക്കെ ചേച്ചിയോട് ചോദിക്കണം നമ്മൾ അറിയുന്ന ആൾക്കാരോട്. അപ്പോൾ അവരിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൂടാതെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പറ്റുമെങ്കിൽ അതും ആവാം. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും 1/4 മണിക്കൂർ നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചേച്ചിയോട് ചോദിക്കട്ടെ, ഈ അവാർഡ് കിട്ടിയതിനെക്കുറിച്ചും. ഈ അവാർഡ് ചേച്ചിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടട്ടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. പെരുവനത്ത് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. മുമ്പ് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതും ഐവറി അവാർഡ് ഇത് 3ാമത്തെയാണ്. എനിക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാർക്കായിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ എൻ്റെ ഒരു വലിയൊരു നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി വരികൾ പാടുന്നത് സത്യനന്ദിക്കാട് സാറിൻ്റെ വരികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത് സ്വീകരിക്കാൻ പറ്റി എന്നുള്ളത് അതിനേക്കാൾ ഒരുപാട് സന്തോഷം. ഞാൻ എന്നും അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ കിഷൻജി, ഇദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഹെഡൊക്കെ ആണെങ്കിലും പാട്ടെന്ന് പറഞ്ഞ് ഇത്രയും ഒരു ഭ്രമമുള്ള ഒരാൾ പാടുകയും ചെയ്യും. ഒരുപാട് മ്യൂസിക് ക്ലബ്ബുകളിൽ അദ്ദേഹം മെമ്പറാണ്. അപ്പോൾ ഇത്രയും സംഗീതം ആസ്വദിക്കുന്ന ഒരാളോടൊപ്പം ഇരുന്ന് സംവദിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇന്ന് വിദ്യാരമാഷും എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാഷൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനൊരു ചെറിയ പേടിയുണ്ട്. എന്നാലും എൻ്റെ അറിവിൽ എൻ്റെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എന്തൊക്കെ അറിയാമോ അത് അദ്ദേഹം ചോദിച്ചാൽ ഞാൻ പറയാം. അതേ ചേച്ചി പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു ഈവനിങ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം സ്നേഹം ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് സ്നേഹമുള്ള കഥകൾ പറഞ്ഞിട്ടുള്ള സത്യേട്ടൻ ഇവിടെ ഉണ്ട്. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിട്ടാണ് ഞാൻ ചേച്ചിയെ കാണാറുള്ളത്. ഇതിന് ശേഷം വരുന്ന ഷഹബാസ് അമൻ ഒരു സ്നേഹ ഗായകനായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്നേഹത്തിൻ്റെ ഈവനിങ് കൂടെയാണ്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഫ്ലോ ഒന്നുമില്ല, നമുക്ക് അങ്ങനെ സംസാരിച്ച് പോവാം എന്നാണ്. ടോപ്പിക് ഭയങ്കര ഗംഭീരമാണെങ്കിലും നമുക്ക് അങ്ങനെ സംസാരിച്ച് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആരാധകനുണ്ട്, സിബി എന്ന് പറഞ്ഞിട്ട്. സിബി ഈ അടുത്തിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ സിബി ചേച്ചിയെ പറ്റി പറയുകയുണ്ടായി. ചേച്ചിയെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ് എന്ന്. അതായത്
KS ചിത്രയെ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു അമ്പിളി വട്ടം വരച്ചിട്ട് കുറേ പുഞ്ചിരി വാരി വിതറിയാൽ അത് KS ചിത്രയായി എന്നാണ് CB പറഞ്ഞത്. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് പട്ടുസാരി ഉടുത്ത് കുറിയൊക്കെ തൊട്ടിട്ടാണ് നടക്കാറ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചേച്ചിയെ പലരും പലതാണ്. ഇപ്പോൾ കുയിൽ, ചിന്നക്കുയിൽ എന്ന് തമിഴിൽ വിളിക്കുന്നു, വാനമ്പാടി എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ സംഗീത സരസ്വതി എന്ന് പറയുന്നു, പിയ ബസന്തി എന്ന് നോർത്തിലുള്ളവരൊക്കെ പറയുന്നു. 46 വർഷമായി അല്ലേ? 25,000-30,000 പാട്ടുകൾ. അത് എക്സാജറേഷൻ ആണ്, അത്രയൊന്നുമില്ല അല്ലെ? 79 കണക്കാക്കണ്ട അല്ലേ? 18,000. 18,000 ഉള്ളൂ. ഓരോരുത്തർ എഴുതുമ്പോൾ അത് 25-30 അവരവരുടെ മനോധർമ്മത്തിന് അങ്ങ് എഴുതുന്നതാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള അപ്പോൾ വിക്കിപീഡിയ മാറ്റേണ്ടി വരും. 18,000. അപ്പോൾ ഒരുപാട് പാട്ടുകൾ, 25ഓളം ഭാഷകൾ. അത് ശരിയല്ലേ? ഭാഷകൾ ശരിയാണ്. അപ്പോൾ ഭാഷകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തു, ഒരുപാട് ജോണറുകളൊക്കെ ചെയ്തു. എന്നാലും ഞാൻ ഇപ്പോൾ ചിത്രചേച്ചിയോട് ചോദിക്കുകയാണ്, KS ചിത്ര അല്ലെങ്കിൽ KS ചിത്ര എന്ന കലാകാരിയെ, KS ചിത്ര എന്ന കലാകാരിയുടെ ശൈലിയെ വിവരിക്കാൻ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ആണെങ്കിൽ ആ ഉത്തരക്കടലാസിൽ എന്തെഴുതും? എനിക്ക് മെലഡീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിൽക്കുമ്പോൾ മെലഡി മാത്രമേ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന് എന്ത് പാട്ടാണ് പാടുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലബ് സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കരച്ചിൽ പാട്ടായിരിക്കാം. അങ്ങനെ എന്ത് മൂഡിലുള്ള പാട്ടാണെന്ന് അറിയില്ല. അപ്പോൾ അതനുസരിച്ച് മെൻ്റലി പ്രിപ്പയർഡായിട്ട് പോകണം. ഞാനതിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിട്ടുള്ളത് എൻ്റെ സീനിയർ സിംഗേഴ്സാണ്. എല്ലാവരും അവരൊക്കെ പാടി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരുപാട് പലതരം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പാട്ട് പാടുമ്പോഴും ആ പാട്ട് പോലെ അല്ലെങ്കിൽ ഈ പാട്ട് പോലെ എന്ന് എനിക്ക് റെഫറൻസിന് എൻ്റെ സീനിയർ സിംഗേഴ്സിൻ്റെ ജാനകി അമ്മ, സുശീല അമ്മ, പി ലീല ചേച്ചി, അതുപോലെ എല്ലാവരും, ഈശ്വരി അമ്മ, ജിക്കി അമ്മ, ജമുന, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവരൊക്കെയാണ് എൻ്റെ റെഫറൻസ്. ദാസേട്ടൻ, SPB സാർ, ഓഫ് കോഴ്സ്, അവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവരിലൊക്കെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവരിലൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ്? ആരാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് ജാനകി അമ്മ കൊടുക്കുന്ന ഭാവം ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും പലരും പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ്? കാരണം ഞാനൊരു കഥ കേട്ടിട്ടുള്ളത്, ഒരിക്കലും പാട്ട് ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തണ്ട എന്നൊക്കെ കരുതി BA മലയാളം മ്യൂസിക് ഒക്കെ പഠിച്ച് ഒരു അധ്യാപിക ആവണമെന്നൊക്കെ. അത് തന്നെയായിരുന്നു എൻ്റെ അംബീഷൻ. അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പം എനിക്കും ഇഷ്ടമുള്ള, ഞാൻ വലിയ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, ആവറേജ്, ജയിച്ചു പോകും എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും പറയും കയ്യാലെ പുറത്തെ തേങ്ങയാണ്, ഇങ്ങോട്ടും ഇഴാം, അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് വലിയ ബ്രില്യൻസ് ഒന്നും പ്രതീക്ഷിക്കാനായിരുന്നു. അപ്പം ഞാൻ മ്യൂസിക്, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം സംഗീതമായതുകൊണ്ട് മ്യൂസിക് മെയിൻ എടുത്തിട്ടാണ് കോളേജിൽ പഠിച്ചത്. അപ്പോൾ എനിക്ക് തീർച്ചയായിരുന്നു BA കംപ്ലീറ്റ് ചെയ്ത് MAയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും കോളേജിൽ മ്യൂസിക് ലെക്ചററായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കിട്ടും, ഒരു ഗവൺമെൻറ് ജോലി. ഇല്ല, അത് സിനിമ എന്നൊക്കെ പറയണത് നമുക്ക് അങ്ങനെ അവിടെ ആരെയും അറിഞ്ഞുകൂടാ, ഏതാന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു മേഖലയിൽ വരും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അപ്പോൾ അതിന് മേഖലയ്ക്ക് വന്നപ്പോൾ തുടക്കകാലത്ത് സത്യം പറഞ്ഞാൽ സിന്ധു ഭൈരവി എന്ന് പറഞ്ഞൊരു മൂവി വന്ന് എനിക്ക് അതിനൊരു അവാർഡൊക്കെ കിട്ടും. 85-ലാണ് അത് പാടുന്നത്. അതുവരെ ഇതും എൻ്റെ പ്രൊഫഷൻ ആകും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. റെക്കോർഡിങ്ങിന് വിളിക്കും, ട്രിവാൻഡ്രത്തുനിന്ന് വന്ന് ചെന്നൈയിലോട്ട് പോവും, റെക്കോർഡിങ്ങും തിരിച്ചു പോവും. അങ്ങനെയായിരുന്നു വന്നും പോയി. എൻ്റെ അച്ഛന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, വരുന്ന ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് അങ്ങോട്ട് തേടി പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വിളിക്കുന്നതിന് തീർച്ചയായിട്ടും പോകണം. എൻ്റെ രണ്ടുപേരും ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നവരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ലീവ് എടുത്ത് വരാൻ പറ്റില്ല. അച്ഛന് പക്ഷേ ഇങ്ങനെ വിളിക്കുന്നതിന് പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ആരെങ്കിലും എൻ്റെ കൂടെ മാറി മാറി, എൻ്റെ അമ്മായിയോ അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും കൂടെ ഒപ്പം അയക്കുമായിരുന്നു. പക്ഷെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അല്ലേ? പ്രഭാകർ സാർ അല്ലെങ്കിൽ പ്രഭാകർ സാറിനടുത്ത് ഞാൻ ദക്ഷിണ കൊടുത്തു എന്നേ ഉള്ളൂ. പഠിച്ചത് ചേച്ചിയാണ് പഠിച്ചത്. അതെ. പിന്നെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വയസ്സായ ഒരു പാട്ടിയമ്മ എടുത്ത് പോയിട്ടാണ് ആദ്യത്തെ നമ്മുടെ വരിശകളും അലങ്കാരം അതൊക്കെ പഠിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാട്ടിയമ്മയുടെ അടുത്തു നിന്നാണ്.
ശരിക്കും ആധികാരികമായിട്ട് പഠിച്ചത് ഓമനക്കുട്ടി. പക്ഷെ അന്ന് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയാണ് പഠിച്ചത്. ഇൻട്രസ്റ്റോട്, അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ പ്രഭാകർ വർമ്മ സാറ് ചേച്ചിയെ പഠിപ്പിക്കുമ്പം ഞാനവിടെ മുറ്റത്ത് കളിച്ച് നടക്കുകയാണെങ്കിലും എൻ്റെ ഒരു ചെവി ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ആദ്യത്തെ എനിക്കൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് കിട്ടി. ആ സ്കോളർഷിപ്പിൻ്റെ ടെസ്റ്റിന് പോകുമ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് പോകുമ്പോൾ മിനിമം 2 വർഷമെങ്കിലും പഠിച്ചിരിക്കണം എന്നാണ് അതിനകത്തുള്ളത്. ഞാനൊന്നും ബേസിക്സ് പഠിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി പാടുന്നത് കേട്ട് ഞാൻ രാഗമൊക്കെ പാടുമായിരുന്നു. അപ്പം ആ ടെസ്റ്റിന് പോയപ്പോൾ കേൾക്കുന്നതിനെ കുറിച്ച് ജോൺസൺ മാഷ് വളരെ രസകരമായിട്ട് ചിത്രീകരിച്ചു പറയാം. അതിനെക്കുറിച്ച് ഞാൻ വരാം, അതിലേക്ക് അങ്ങോട്ട് വരാം. കാരണം അത് പിന്നീട് സഹായിച്ചതായിട്ട് അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് അപ്പോൾ അങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ പോയി ടെസ്റ്റിന് ഞാൻ തോടി രാഗം പാടി, കീർത്തനം, നിരവൽ, സ്വരം ഒക്കെ പാടിച്ചു. അത് കോമ്പറ്റീഷന് വേണ്ടി ചേച്ചിക്ക് പഠിപ്പിച്ച് കൊടുത്തത്. അതങ്ങനെ ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്ന കേട്ട് ഞാൻ പഠിച്ചിരുന്നതാണ്. അപ്പോൾ പാടിയെല്ലാം കഴിഞ്ഞ ശേഷം അവരെന്നോട് ചോദിച്ചു എന്ത് രാഗമാണെന്ന് ചോദിച്ചു. തോടി എന്ന് പറഞ്ഞു. ആരോഹണം അവരോഹണം പറയാൻ പറഞ്ഞു. അതറിയില്ല, അത് പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ അറിഞ്ഞൂടാന്ന് തന്നെ പറഞ്ഞു. പക്ഷെ എനിക്കവർ അത് തന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ അതിനകത്ത് ഞാൻ പാടിയ ഒരു ഫ്രേസിനകത്ത് അസാവേരി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ ഒരു ഛായ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തന്നു, സ്കോളർഷിപ്പ് തന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടായത്. 7 വർഷം ഓമനക്കുട്ടിച്ചൻ്റെ അടുത്ത് പഠിച്ചു. അപ്പോൾ ആദ്യത്തെ സിനിമകളൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ സത്യേട്ടൻ്റെ എഴുതിയ പാട്ടുകളായിക്കോട്ടെ. കാരണം എനിക്ക് എൻ്റെ ഓർമ്മയിലെ ഏറ്റവും ആദ്യത്തെ ചേച്ചിയുടെ പാട്ട് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, ആ പാട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ പാട്ട്. എൻ്റെ ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ടെന്ന് പറയുന്നത് ജ്യോതിസേ ദിവ്യ ജ്യോതിസേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ആ സിനിമ ഇറങ്ങി OVR സാറായിരുന്നു എൻ്റെ സംഗീതം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. കാരണം ആക്കുളത്തൊരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്റ്റുഡിയോയിലാണ് അത് പോയി റെക്കോർഡ് ചെയ്തത്. അവിടെ ഭയങ്കര പവർ ഫ്ലക്ച്വേഷനും ഒക്കെ കാരണം ഒരു 7 മണി വരെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 7 മണിയാകുമ്പോൾ കൂടുമല്ലോ, ഫ്ലക്ച്വേഷൻ കൂടാൻ തുടങ്ങി. അങ്ങനെ വേഗം റെക്കോർഡ് ചെയ്തിട്ട് വന്നു. അത് പിന്നെ ഇറങ്ങിയോ ഇല്ലയെന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ രാവിലെ മുതൽ ഇങ്ങനെ 7 മണി വരെ അവിടെ തന്നെ ഇരുന്നു എന്നുള്ള കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം രണ്ടാമത് ട്രിവാൻഡ്രത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്ന ശേഷം അവിടെ അന്ന് KS ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഡയറക്ഷനിൽ താരുണ്യം എന്നാണ് അന്ന് പേര് പറഞ്ഞത്. പക്ഷെ അട്ടഹാസം പിന്നെയായി. ഒഫീഷ്യലി ആദ്യം പുറത്ത് വന്ന സിനിമ ഞാനേകനാണ്. അതിലാണ് ഞാൻ സത്യനന്ദിക്കാട് സാറിൻ്റെ വരികൾ, 2 പാട്ടുകളും അദ്ദേഹത്തിൻ്റെ വരികളാണ് പാടിയത്. അത് ശരി. പക്ഷെ അപ്പോൾ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി അല്ലെങ്കിൽ രജനി പറയൂ, അതൊക്കെ ഹിറ്റായപ്പോൾ ഒക്കെ അത് അറിഞ്ഞിരുന്നോ? അതായത് ആ ഒരു സ്വയം ഒരു ബോധം ഉണ്ടായിരുന്നു, അത് ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റായി? അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അന്ന് അങ്ങനെ മീഡിയ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല, ജീവിതം അതുപോലെ തന്നെ സാധാരണ പോലെ വരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ പാടറിയെ പഠിപ്പറിയെ ആണല്ലോ ഒരു വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു അവാർഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു ഓർഗനൈസേഷൻ, പെട്ടെന്ന് പേര് മറന്നുപോയി, അവരുടെ ഒരു അവാർഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് നോക്കത്താ ദൂരത്തിനാണ് മറ്റേ അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് പൂമാനമേക്കാണ് നിറക്കൂട്ടിലെ പാട്ട്. അപ്പോൾ ഈ കാരണം ഞാനൊരു കാര്യം ചോദിക്കാൻ, എനിക്ക് ഈ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുമ്പോൾ, കാരണം ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുമ്പോൾ നമ്മളിപ്പോൾ ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആണെങ്കിൽ സ്വന്തമായിട്ടുള്ള ശൈലി വരുത്താം, മനോധർമ്മമായിട്ടായാലും സ്വന്തമായിട്ടുള്ളൊരു ശൈലി വരുത്താൻ പറ്റും. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ആണെങ്കിലും ആ ഒരു ശൈലി വരുത്താമെങ്കിലും ഒരു പ്ലേ ബാക്ക് സിംഗർക്ക് ശൈലി എന്നുള്ളത് ഒരു കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളൊരു ക്രിയേറ്റർ അല്ലല്ലോ, നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എഴുതി അതിനെ ചിട്ടപ്പെടുത്തി വരുന്ന ആ ഒരു ബൗണ്ടറികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമയുടെ ഒരു കോണ്ടെക്സ്റ്റ്, കഥയുടെ കോണ്ടെക്സ്റ്റിലാണല്ലോ. പക്ഷേ അത് എങ്ങനെയാണ് പോകുന്തോറും അത് ഒരു പറഞ്ഞതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കേൾക്കണം എന്ന് പറയും. പലരുടെ നമ്മുടെ സീനിയേഴ്സ് ആയിരുന്നെങ്കിലും പല പല ജോണേഴ്സിലുള്ള ആൾക്കാരുടെ ഒരുപാട് പാട്ടുകൾ കേട്ട് തന്നെ നമുക്ക് ഒരാളിനെ മാത്രം എപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആ ഗുരുവിനെ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റൈല് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ കേൾക്കാൻ പറയുന്നത്. ഒരുപാട് പേരുടെ കേട്ടിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശൈലി അതിൽ നിന്ന് വരും. ഞാൻ മനസ്സിൽ ജാനകിയമ്മയെ പോലെ പാടണം എന്ന് വിചാരിച്ച് പാടിയാലും എനിക്ക് ഞാൻ പാടുന്നതായിട്ടേ വരുള്ളൂ. ജാനകിയമ്മ പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റില്ല. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു. സുശീലമ്മയുടെ, ജാനകിയമ്മയുടെ, വാണിയമ്മയുടെ, ഈശ്വരിയമ്മയുടെ എല്ലാവരുടെയും പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. ലതാജി, ആശാജി,
ഓക്കെ. ഗീതാ ദത്ത് അവരുടെ. ചേച്ചിക്ക് ആക്ച്വലി തൊണ്ടയ്ക്ക് ചെറിയൊരു അസുഖമുള്ളതുകൊണ്ട് മരുന്ന് കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ പാടാൻ എനിക്കറിയാം നിങ്ങളെല്ലാവരും ചേച്ചിയുടെ സംഭാഷണത്തിനോടൊപ്പം തന്നെ പാട്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും ചെറിയൊരു ഇങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ല. എന്നാലും ജാനകിയമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പാട്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഓർത്ത് പാടാൻ ഏതെങ്കിലും ഒരു? ജാനകിയമ്മയുടെ ഞാൻ എപ്പോഴും കൂടുതൽ ഒരുപാട് പാടിയിട്ടുള്ള പാട്ട് തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഞങ്ങൾ സ്റ്റാർ സിംഗർ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചേച്ചി 3-4 വരി പാടും. ആകെ നിശബ്ദതയായിരിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലരിങ്ങനെ കരയുന്നുണ്ടാവും, ചിലരിങ്ങനെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏതൊരു സിനിമയിലില്ലേ, ഇപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞല്ലേ എന്താപ്പണ്ടായേ എന്ന് പറയില്ലേ, ആ ഒരു ഫീലിൽ. അതുകൊണ്ട് എപ്പോഴും അതൊരു വലിയൊരു മഹാഭാഗ്യം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ തുടക്കം വെച്ചത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ ആ ഒരു ഞാൻ ചോദിക്കാൻ കാരണം ഒരുപാട് കൊളാബറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട്, അപ്പോൾ ആ ചേച്ചിയുടെ ആ ഒരു ജേർണി മനസ്സിലാക്കാനും കൂടിയിട്ടാണ്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തുടക്കം അതെങ്ങനെയായിരുന്നു? രാധാകൃഷ്ണൻ ചേട്ടനെയും മോമൻ ചേച്ചിയൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുതൽ എൻ്റെ അച്ഛനുമായിട്ടൊക്കെ അവർക്ക് നല്ല അടുപ്പമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് കച്ചേരിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ രാധാകൃഷ്ണൻ ചേട്ടനും മോമൻ ചേച്ചിയും കൂടെ ഒരുമിച്ച് കച്ചേരി ചെയ്യാനായിട്ട് വന്നപ്പോൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അന്ന് എനിക്ക് 2 വയസ്സൊറ്റേ ഉള്ളൂ. അപ്പം ഞാൻ 2 വയസ്സ് എൻ്റെ അനിയൻ ജനിച്ച സമയത്താണ്. അപ്പോൾ അനിയന് വേണ്ടി കെട്ടിയ തൊട്ടിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ ആരാ വന്നിരിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ, കുഞ്ഞു പ്രായമല്ലേ. അപ്പോൾ ഞാനിരുന്ന് പ്രിയതമ പാടിയത്. അപ്പോൾ പാടിയത് കേട്ടപ്പോൾ ഉമ്മൻ ചേച്ചി പറഞ്ഞു, ഈ കുഞ്ഞ് വലുതാകുമ്പോൾ ഞാൻ പഠിപ്പിക്കും കേട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛനോട്. വാക്കുകളൊക്കെ കറക്റ്റായിട്ട് പാടുമായിരുന്നു. അങ്ങനെയാണ് കുട്ടി പാടുന്ന രീതിയിൽ പാടി. എനിക്ക് അറിഞ്ഞുകൂടെ, ഓർമ്മയില്ല. അതൊക്കെ ഉമ്മൻ ചേച്ചി തന്നെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിനുശേഷം എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആകാശവാണിയിൽ കൃഷ്ണാഷ്ടമിക്ക് ഈ സംഗീത ശില്പം ഉണ്ടല്ലോ അന്ന്. അപ്പോൾ ആ സംഗീത ശില്പം റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പോൾ 2 വയസ്സുള്ളൊരു കൃഷ്ണൻ്റെ ശബ്ദം വേണം. അപ്പോൾ അതിന് വേണ്ടി എന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ വന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ട് എൻ്റെ പേര് കണ്ണനുണ്ണി, എനിക്ക് വയസ്സ് 2 എൻ്റെ കാലിൽ പാദസരം പോലെ എനിക്ക് ചിരിക്കാനറിയാം എന്നൊക്കെ പറഞ്ഞ ഒരു 4 വരി. അതാണ് ആദ്യമായിട്ട് പുറത്ത് പോയി പാടുന്നത്. പിന്നെ അതിനുശേഷം ആ സിനിമയുടെ പേരെന്തായിരുന്നു, കുട്ടികളുടെ ഒരു സിനിമ കുമ്മാട്ടിയിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അതിനകത്ത് ഒരു 2 പേര് ഡബ്ബിങ്ങും ചെയ്തിട്ടുണ്ട്. ഞാനും ഉണ്ട് ബീന ചേച്ചി ഇല്ല. ഞങ്ങൾ ആകാശവാണിയിലെ കുട്ടികളുടെ ഗായക സംഘത്തിലുള്ള എല്ലാവരും കലാദേവി എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടായിരുന്നു കുമ്മാട്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 പേര് ഡബ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട്. ചെറിയ കുട്ടിയായിരുന്ന സമയത്തല്ലേ? അതെ, കുട്ടിയായിരുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായിരുന്നു തുടക്കം. പിന്നെ അപ്പം മുതൽ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഇതുപോലെ ട്രിവാൻഡ്രത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വന്നതുകൊണ്ടാണ് അവിടെയുള്ള ടാലൻറ്റഡ് കുട്ടികളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യനന്ദിക്കാട് സാറിന് എന്നെക്കാൾ കൂടുതൽ അത് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഞങ്ങളൊക്കെ പുതുമുഖമാണ്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി പാടിച്ചത്. എൻ്റെ ചേച്ചിയും പാടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഈ സിനിമയിലല്ല, അതിന് മുമ്പ് വനമാലി നിൻ ആ ഒരു പാട്ടുണ്ട്. അത് ഈ താരുണ്യത്തിനകത്ത് തന്നെ ദാസട്ടൻ പാടിയ പാട്ടാണ്. അതിനകത്തൊരു നല്ല ബ്യൂട്ടിഫുൾ ഹമ്മിങ് ഉണ്ട്. അതെൻ്റെ ചേച്ചി പാടിയതായിരുന്നു. ഓക്കെ. ഈ രാധാകൃഷ്ണൻ ചേട്ടൻ വളരെ ഒരുപാട് ഇന്നോവേഷൻ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണല്ലോ ആയിരുന്നല്ലോ. ഒരുപാട് അപ്പോൾ ഈ അങ്കോപാങ്കം എന്ന ദേവാസുരത്തിലെ പടം, ആ പാട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. സത്യമാണോന്ന് അറിയില്ല. അതായത് വേറെ ആരോ ആണ് പാടേണ്ടിയിരുന്നത്, പക്ഷെ അവർ വിളിച്ചിട്ട് അവർ പാട്ടിൽ ശരിയാവാതെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അതിന് ശേഷമാണ് ചേച്ചി വന്നിട്ട് ഒറ്റ ടേക്കിൽ അത് പാടി
അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പടം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അതോ അത് ശരിയല്ല? അങ്ങനെ ഉണ്ടായത് സാറിനറിയാം, ആദ്യത്തെ ഞാനേകനാണിൽ രജനി പറയൂ എന്നുള്ള പാട്ടാണ്. അത് പാടി ശരിയാവാഞ്ഞിട്ടല്ല, പാടി, പക്ഷെ അതൊന്നുകൂടെ എടുക്കണമായിരുന്നു. പക്ഷെ അന്ന് അവരുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ഞാൻ പാടിയിരുന്നത്. സത്യമായിട്ടുള്ള സ്ഥിതിക്ക് അതൊരു അല്ലേ കുറച്ചൊരു രണ്ടു വരി. രജനി പറയൂ പൂനിലാവിൻ പരിലാളനത്താൽ നൊമ്പരങ്ങൾ മായുമോ രജനി പറയൂ. ഇതിൽ ഞാൻ പാടിയ പാട്ട് പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖി എൻ്റെ മൗനം നീ അഴകിൻ കതിരായണയുമ്പോൾ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. ഇതാണ് ഞാൻ ഒറിജിനലി പാടിയത്. ആ 80s ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് തുടങ്ങിയതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 80s ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് എല്ലാ മേഖലകളിലും, ഇപ്പോൾ അഭിനയത്തിലായാലും സംവിധാനത്തിലായാലും ഒക്കെ ഒരുപാട് നമ്മുടെ ഇൻഡസ്ട്രി ഏറ്റവും വലിയ രത്നങ്ങൾ വന്നിട്ടുള്ളൊരു സമയമാണ് 80s. ഇപ്പോൾ ഡയറക്ഷനായാലും ആക്ടിങ് ആയാലും മ്യൂസിക് ഡയറക്ഷൻ ആയാലും ഒക്കെ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ആൾക്കാരായിരുന്നു ജോൺസൺ മാഷും രവീന്ദ്രൻ മാഷും. ഇവർ രണ്ടുപേരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിരുന്നല്ലോ. അതായത് അപ്പോൾ ഈ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ വളരെ കടുകട്ടിയായിട്ട് ഇന്ന തന്നെ വേണം, ഒരാളാണെങ്കിൽ ഫുൾ ഫ്രീഡം അല്ലേ? അതെങ്ങനെയായിരുന്നു അതൊരു ആ ഒരു? രവീന്ദ്ര മാഷിനാണ് ഞാൻ ആദ്യം പാടുന്നത്. ജോൺസൺ മാഷിനേക്കാൾ മുമ്പ് ആദ്യം രവീന്ദ്ര മാസ്റ്റർക്കാണ് പാടിയത്. അത് ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോയിൽ മുല്ലനേഴി സാർ എഴുതിയൊരു ഒരു പാട്ടാണ് ആദ്യം പാടി, വെൺകൊറ്റക്കുടക്കീഴിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്ര മാസ്റ്ററാണ് എന്നെ ആദ്യം ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും. അത് കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് 2 പാട്ട് അതിനകത്ത് പാടിയിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അപ്പം ആദ്യമായിട്ട് ചെന്നൈയിൽ പോയി പാടിയ പാട്ട് അതായിരുന്നു. കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ മോഹങ്ങളിൽ നീരാടുമ്പോൾ അതിനോരോ ഭാവം കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ. ഇതാണ് ചെന്നൈയിൽ പോയിട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് സ്വാതന്ത്ര്യം തരും, അങ്ങനെയായിരുന്നു ആദ്യം അങ്ങനെ ഞാൻ സ്വാതന്ത്ര്യം എടുത്തിട്ടില്ല. പറഞ്ഞു തരുന്നത് അങ്ങനെ പാടിയിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് മാഷിൻ്റെ കൂടെ നമ്മൾ കുറേ പാട്ടുകൾ പാടിക്കഴിയുമ്പം മാഷിൻ്റെ ഒരു ശൈലി നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഇംപ്രവൈസേഷനൊക്കെ ഒന്ന് പാടി നോക്കി മാസ്റ്റർ അത് വേണ്ടാന്ന് പറയാത്തവരേക്കും പിന്നെ കുറച്ച് പാടി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ടല്ലോ, പല്ലാവൂർ ദേവനാരായണൻ. ആ സിനിമയ്ക്കകത്ത് ഒരു പോർഷൻ മൃദംഗം ജതി വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ട്രാക്ക് എടുക്കുമായിരുന്നു ആ പാട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ മോളെ ആ ജതി വായിച്ചിരിക്കുന്ന അടുത്തൊരു സ്വരം ഫിക്സ് ചെയ്ത് പാടിക്കൊള്ളത്. ഓൾറെഡി ജതി വായിച്ചിരിക്കുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് ഒരു സ്വരം അത് എനിക്കൊരു ഭയങ്കര ഒരു കടുകട്ടി ജോലിയായിരുന്നു അന്ന്. പക്ഷെ അത് ഞാൻ ശ്രമിച്ച് നോക്കി, നന്നായോ ഇല്ലയോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ശ്രമിച്ച് നോക്കിയത് പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് തന്നെ പിന്നെ ഒരു സിന്ദൂരാരുണ വിഗ്രഹം ആ ഒരു ശ്ലോകവും ഇന്ന രാഗത്തിൽ പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അങ്ങനെ തന്നിട്ടുണ്ട് മാസ്റ്റർ. ഇതും കളഭം തരാം അതിലുള്ള ഹമ്മിങ്ങും ചേച്ചിയാണ് ചെയ്തത്. തുടക്കത്തിൽ അത് ശരിക്കുള്ള ആദ്യം ബിജു നാരായണനാണ് അതിൻ്റെ ആദ്യം പാടിയിട്ടുള്ളത്. അപ്പം അത് ബിജുവിൻ്റെത് അതാണ് എനിക്ക് പഠിക്കാനായിട്ട് അയച്ചത്. അന്ന് മാഷ് ട്രാവൽ ചെയ്യുന്നില്ല, മാഷിനൊക്കെ സുഖമില്ലാത്ത അസുഖം തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഹമ്മിങ് അതുപോലെ പാടണ്ട, നീ അത് വേറെ രീതിയിൽ പാടിക്കോ, ഞെട്ടണം, അത്രേ പറഞ്ഞു, ഞെട്ടണം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻ്റേത് ഒരു രീതിയിൽ പാടിയിട്ട് ഞാൻ ഫോണിൽ കൂടെ കേൾപ്പിച്ചു കൊടുത്തു. മാസ്റ്റർക്ക് ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 1 മിനിറ്റ് നിൽക്ക്, ഞാനിതൊന്ന് സ്പീക്കറിൽ കണക്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി തന്നെ കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്തെന്നല്ല, ചുമ്മാ നമ്മൾ പാടി നോക്കുമ്പോൾ എന്ത് വരണോ അതങ്ങനെ.
പക്ഷേ ജോൺസൺ മാഷ് നേരെ തിരിച്ചാണോ? ജോൺസൺ മാഷിൻ്റെ കൂടെയുള്ള ആദ്യത്തെ വർക്ക് തന്നെ എനിക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം മാഷ് ഭയങ്കര പൊതുവെ അങ്ങനെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒക്കെ പോലെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു, അപ്പം കാണുമ്പോഴേ നമുക്കൊരു ചെറിയൊരു ഭയമൊക്കെ തോന്നും. അപ്പോൾ ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ്റെ കൂടെ ഉള്ളൊരു എനിക്ക് തോന്നുന്നത് അത് സിനിമയുടെ ബാലേന്ദ്ര മേനൻ സാറിൻ്റെ മൂവിയായിരുന്നു. പാട്ട് അല്ല അതിനൊക്കെ മുമ്പാണ്. പാട്ട് മറന്നുപോയി. എനിക്ക് തോന്നുന്നു മാണിക്യ പുന്നാര പെണ്ണ് വന്നൊരു പാട്ടാണ്. അതിനകത്തൊരു 3 ചരണം വരും. അതിൽ 3ാമത്തെ ചരണത്തിന് തൊട്ട് മുമ്പാണ് എൻ്റെ ഒരു ആലാപ്പ് വരുന്നത്. അപ്പോൾ അതുവരെ എല്ലാവരും അന്നൊക്കെ ലൈവ് റെക്കോർഡ് ചെയ്യാണല്ലോ, എല്ലാം വിത്ത് ഓർക്കസ്ട്ര. ദാസേട്ടനും നിന്ന് പാടണോ, അതേ വോയിസ് റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് എനിക്കൊരു മൈക്ക് വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷിനെ കണ്ട ഭയവും പിന്നെ എല്ലാം, ഞാനും തുടക്കക്കാരിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതാണ് ഹമ്മിങ്. എനിക്ക് നിന്നു എന്ന് വരുന്നില്ല. ടേക്ക് ആകുമ്പോൾ അത് മറന്നു പോണു. അവസാനം ഒരു 2-3 ടേക്ക് ഞാൻ കാരണം തന്നെ പോയി. എല്ലാവരും വായിക്കുകയല്ലേ. അപ്പം ജോൺസൺ മാഷ് മൈക്കിൽ കൂടെ ദാസേട്ടനോട്, ദാസേട്ടാ ആ കുട്ടിയോടൊന്ന് മര്യാദയ്ക്ക് പാടാൻ പറഞ്ഞേ. അതുകൂടെ കേട്ടപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി പോയി. പക്ഷേ ആ 3rd BGM ഇപ്പോൾ ദാസേട്ടൻ്റെ ഹെഡ്ഫോണൊക്കെ ഊരി അവിടെ വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാതെ നടന്നുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരച്ച് കാണിച്ചു, ആ നോട്ടിലേക്ക് വരണം എന്ന്. അങ്ങനെയാണ് ആ ടേക്ക് ഓക്കെ ചെയ്തത്. ഞാനപ്പോൾ ആലോചിച്ചു ദാസേട്ടനും കൂടെ ഒന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനവിടെ തീർന്നേനെ. പക്ഷെ അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് ദാസേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഇതിനനുബന്ധമായിട്ട് പറയാൻ, ചേച്ചി നമ്മൾ മ്യൂസിക് ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തും ഈ പറഞ്ഞത്, അതായത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ അടുത്ത് പോയി പറയും. ഇപ്പോൾ നമ്മൾ റിഹേഴ്സൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചി പോയിട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ അവരെ പോയിട്ട് ഇപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം തരും. കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ ഓരോരുത്തരെയും അത്രയും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എടുക്കുന്ന ഒരു പ്രയത്നം, അത് എനിക്ക് തോന്നുന്നു എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. വി ക്യാരി ദ തിങ് എന്നല്ലേ പറയാം നമ്മളെപ്പോഴും, വി ആർ ഓൺലി ക്യാരിയേഴ്സ് എന്ന് പറയും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജോൺസൺ മാഷിൻ്റെ പാട്ടിന് ചെന്നൈക്ക് വന്ന് റെക്കോർഡ് ചെയ്തതാണ്. ആരോമലേ ഇന്നാരോമലേ നിന്നാലിന്നാത്മാവു ശ്രീകോവിലായി എന്നൊരു പാട്ട്, അതാണ്. പിന്നെ അതിനുശേഷം സമാധാനമായിട്ട് പാടിയ പാട്ട്. ഒരുപാട് നല്ല പാട്ടുകൾ. ജോൺസൺ മാഷ് എപ്പോഴും പറയണ ഒരു, ഇപ്പം ആദ്യത്തെ ടെൻഷനിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ആയിരുന്നെങ്കിലും പിന്നെ എന്നോട് പറയായിരുന്നു, ഞാൻ പാട്ട് വേഗം പഠിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്ത് റിട്ടയർ ചെയ്യുമ്പോൾ, പാട്ടൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട്, മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് കൂടിക്കോ, അപ്പോൾ എനിക്ക് ജോലി എളുപ്പമാവും, പാട്ടുകാർക്ക് പാട്ട് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞിരുന്നു എന്നെ. അത് ആക്ച്വലി ഞാൻ ഇവിടെ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, ജോൺസൺ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാട്ടിന് 6-7 വേറെ ട്യൂണുകൾ അദ്ദേഹം ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചിലപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ ട്യൂണായിരിക്കും സെലക്ട് ചെയ്യുക. അതിൽ ചില ട്യൂണുകൾ അദ്ദേഹം തന്നെ മറന്നിട്ടുണ്ടാവും, പക്ഷേ ചേച്ചി മറക്കില്ല എന്നാണ്. അതായത് ഓരോ ട്യൂണും ചേച്ചിക്ക് ഓർമ്മയുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ജോൺസൺ മാഷ് വിളിച്ചിരുന്നത് ബ്ലോട്ടിംഗ് പേപ്പറാണ് ചിത്ര എന്ന് പറയുന്നത്. രവീന്ദ്ര മാഷാണ് അല്ലേ? ഓക്കെ സോറി. അപ്പോൾ പക്ഷെ അതാ മുമ്പ് കേൾക്കുന്നതിൻ്റെ ഒരു ഇതാണ് അല്ലേ, എങ്ങനെ അത് തീർച്ചയായിട്ടും അതിനൊരു വലിയ ശ്രദ്ധ, നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയായിട്ടിരിക്കണം. എനിക്ക് ചെയ്യുന്ന കാര്യത്തിനോട് കൂടുതൽ കോൺസെൻട്രേഷൻ എടുത്ത് ഞാൻ ആ സമയത്ത് വേറൊന്നും ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് ഈ ശ്രദ്ധ പഠിപ്പിലില്ല കേട്ടോ. കാരണം അമ്മ വെളുപ്പാങ്കാലത്തെ എക്സാമിൻ്റെ സമയത്തൊക്കെ വിളിച്ചുണർത്തി വിടുമ്പോൾ ഞാൻ ഇരുന്ന് പഠിച്ചാൽ ഉറങ്ങുന്നുണ്ട്, നടന്ന് പഠിക്കാൻ പറയും. അപ്പം മുറ്റത്ത് നടക്കുമ്പോൾ അപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് വയ്ക്കും, പൊന്നമ്പല നട തുറക്കൂ സ്വർണ്ണദീപാവലി തെളിക്കൂ, ജസുശീലമ്മയുടെ ശബ്ദം. അതൊക്കെ അപ്പം കേട്ടതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വെച്ചാൽ ബുക്കിലല്ല, ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? കണക്കായിരുന്നു? മാത്സ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛൻ മാത്സ് ടീച്ചറായിരുന്നു. ഓക്കെ. വേറൊരു അടുത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട്, ആദ്യത്തെ നാഷണൽ അവാർഡ്,
രാജാ സാറിൻ്റെ ഒപ്പം ആണ്. ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ വലിയൊരു ഭാഗ്യം ആണ് അല്ലേ, നമ്മളുടെ ജനറേഷൻ്റെ ഒക്കെ ഒരു വലിയൊരു ഭാഗ്യം. അപ്പോൾ പാടറിയ പഠിപ്പറിയാൻ ഈ ശൈലിയുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ, അതായത് ഒരു തമിഴ് പാട്ടിനെ, അതായത് യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്ട്രക്ചറായിട്ടുള്ള അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നായകനെ വെല്ലുവിളിക്കുന്ന ഒരു പാട്ടാണല്ലോ അത്. അപ്പോൾ അതിലൊരു തമിഴിൻ്റെ ഒരു ശൈലിയും തമിഴിൻ്റെ ഒരു പ്രൈഡും ഒക്കെ വരുന്ന രീതിയിൽ പാടണം എന്നുള്ളതാണ്. ഇപ്പോഴും യൂട്യൂബിലൊക്കെ പോയി അതിന് താഴെ കണ്ടു കഴിഞ്ഞാൽ അത്രയും അധികം ആൾക്കാർ ആ റെൻഡിഷനെ അത്രയ്ക്കധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പാട്ടിനെ കുറിച്ച് എന്താ, അത് ഒരു ഭയങ്കര ലാൻഡ് മാർക്ക്, എനിക്ക് വളരെ സ്പെഷ്യൽ സോങ്ങാണ്. കാരണം എൻ്റെ അച്ഛൻ കാസറ്റ് മേടിച്ച സമയത്ത് സൈഡ് എയിൽ സിന്ധു ഭൈരവിയും സൈഡ് ബിയിൽ പുതു കവിത മറ്റേ പുതുകവിത അത് വരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി കണക്ഷനുള്ള ഒരു പാട്ട് കൂടിയാണ്.